ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹിസ്റ്ററി ഭാഗത്തു നിന്നും PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനായിട്ടാണ്. ഇത് പ്രധാനമായിട്ടും കമ്പനി ബോർഡ് LGS എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് പരിചയപ്പെട്ടു പോവാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആരാണ് അതിർത്തി ഗാന്ധി? ആരാണ് അതിർത്തി ഗാന്ധി? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, ഓപ്ഷൻ ഡി സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇതിൽ അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ആരാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്? നമുക്കറിയാം ആരാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അല്ലേ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. പരിചയപ്പെട്ട് വെക്കുക കേട്ടോ. ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. എന്നാൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ് അല്ലേ. അതും പഠിച്ചു വെക്കുക. ആരാണ്? കെ കേളപ്പൻ. അദ്ദേഹമാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ എ വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ, ഓപ്ഷൻ സി അരുണ ആസിഫ് അലി, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. ആരെയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക അരുണ ആസിഫ് അലിയാണ് അല്ലേ. ഓപ്ഷൻ സി അരുണ ആസിഫ് അലി എന്നതാണ് ഇത് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം പഠിച്ചു വെക്കുക. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലിയാണ്. അവരെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് എന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക ജയപ്രകാശ് നാരായണനാണ് കേട്ടോ. ആരാണ്? ജയപ്രകാശ് നാരായണനാണ് എന്ന് പഠിച്ചു വെക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്നാണ്? 1942 ഇതിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം, ഗാന്ധിജി മുഴക്കിയ മുദ്രാവാക്യമാണ് ഇത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു വെക്കുക. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കഴ്സൺ പ്രഭു, ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു, ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു, ഓപ്ഷൻ ഡി ഇർവിൻ പ്രഭു. ഇതിൽ ആരാണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി എന്നതാണ് ക്വസ്റ്റ്യൻ. ആരാണ്? മനസ്സിലാക്കുക. ഓപ്ഷൻ എ കഴ്സൺ പ്രഭു ആണ് കേട്ടോ. ആരാണ്? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഏത് വർഷമാണ്? 1905 ഒക്ടോബർ 16 കേട്ടോ. എന്താണ്? 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടന്നത് എന്ന് മനസ്സിലാക്കുക. ആരായിരുന്നു ആ സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭു ആണ് എന്നും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? നീൽ ദർപ്പൺ. ഓപ്ഷൻ എ ദിനബന്ധു മിത്ര, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഡി മോത്തിലാൽ നെഹ്റു. ആരാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ദിനബന്ധു മിത്രയാണ് കേട്ടോ. ആരാണ്? ഓപ്ഷൻ എ ദിനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതൊരു ബംഗാളി നാടകമാണ് കേട്ടോ. ഏത് ഭാഷയിലുള്ളതാണ്? ബംഗാളി ഭാഷയിലുള്ള നാടകമാണ് ഇത് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ഇത് രചിച്ചിരിക്കുന്നത് ആരാണ്? ദിനബന്ധു മിത്രയാണ്. ഇതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? നീലം കർഷകർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ ആസ്പദമാക്കിയിട്ട് രചിച്ചതാണ് കേട്ടോ.
മനസ്സിലാക്കുക. നീലം കർഷകരുടെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, നീൽ ദർപ്പൺ ആരാണ് രചിച്ചിരിക്കുന്നത്? അത് ദിനബന്ധു മിത്രയാണ്. ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷയിലുള്ള നാടകമാണ് എന്ന് കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി മീററ്റ്, ഓപ്ഷൻ സി കാൺപൂർ, ഓപ്ഷൻ ഡി ലക്നൗ. അതിലേതാണ് ഉത്തരം വരുന്നത്? ഏതാണ്? നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ്? കാൺപൂർ ആണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓപ്ഷൻ സി കാൺപൂർ ആണ് നാനാ സാഹിബ് കലാപം നയിച്ചത്. ഡൽഹിയിൽ ആരായിരുന്നു? ഡൽഹിയിൽ കലാപം നയിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ സെക്കൻഡ്, അതുപോലെ തന്നെ ഭക്ത് ഖാൻ അല്ലേ, ജനറൽ ഭക്ത് ഖാൻ പഠിച്ചു വെക്കുക കേട്ടോ. ബഹദൂർ ഷാ സെക്കൻഡ് അതുപോലെ തന്നെ ഭക്ത് ഖാൻ എന്നിവരാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് എന്ന് പഠിച്ചു വെക്കുക. ലക്നോയിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആണ് കേട്ടോ. ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. അതുപോലെ തന്നെ ആഗ്ര, ഔദ് എന്നീ സ്ഥലങ്ങളിലും ആരാണ് നേതൃത്വം നൽകിയത്? ബീഗം ഹസ്രത്ത് മഹലാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ നമുക്കറിയാം എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1887 വിപ്ലവം നടന്നത് 1857 മെയ് 10 നടന്നത് എന്ന് പഠിക്കുക. എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിലാണ് അല്ലേ. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന കാര്യം പഠിക്കുക. അതുപോലെ ആരാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? മംഗൾ പാണ്ഡെയാണ് എന്നുകൂടെ പഠിച്ചു വെക്കുക കേട്ടോ. മംഗൾ പാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏത്? ഏതൊക്കെ പത്രമാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ രാജ്യസമാചാരം, ഓപ്ഷൻ ബി കേസരി, ഓപ്ഷൻ സി സ്വദേശാഭിമാനി, ഓപ്ഷൻ ഡി കൗമുദി. ഇതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ് എന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ ബി കേസരിയാണ് അല്ലേ. കേസരിയാണ് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പത്രങ്ങളാണ് ഏതൊക്കെ? ഒന്ന് കേസരി, അതുപോലെ മറ്റൊന്നാണ് ഇത് മറാത്ത. പഠിച്ചു വെക്കുക കേട്ടോ. കേസരി അതുപോലെ തന്നെ മറാത്ത എന്നീ പത്രങ്ങൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ്റെതാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് എന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ എ മിറാത്തുൾ അക്ബർ, ഓപ്ഷൻ ബി ബോംബെ സമാചാർ, ഓപ്ഷൻ സി അമൃത് ബസാർ പത്രിക, ഓപ്ഷൻ ഡി സംബാദ് കൗമുദി. ഏതാണ് അതിൽ വരുന്നത്? ഏതാണ്? സംബാദ് കൗമുദിയാണ്. സംബാദ് കൗമുദിയാണ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം എന്ന് പഠിച്ചു വയ്ക്കുക. മിറാത്തുൾ അക്ബറും ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. പക്ഷേ മിറാത്തുൾ അക്ബർ ഏതു ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ് കേട്ടോ. ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്നുകൂടെ പഠിക്കുക. അപ്പോൾ മിറാത്തുൾ അക്ബർ അതുപോലെ തന്നെ സംബാദ് കൗമുദി എന്നിവ ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. ബംഗാളി ഭാഷയിൽ രചിച്ചിരിക്കുന്ന പത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സംബാദ് കൗമുദിയാണ് എന്ന് പഠിക്കുക കേട്ടോ. അതുപോലെ നമുക്കറിയാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത് ബ്രഹ്മ സമാജം അല്ലെ. ഓർത്തിരിക്കുക, ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് എന്നുകൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ബ്രഹ്മസമാജം അതുപോലെ തന്നെ ആത്മീയ സഭയൊക്കെ സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് എന്ന് പഠിക്കുക കേട്ടോ.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഓപ്ഷൻ എ ലാഹോർ, ഓപ്ഷൻ ബി നാഗ്പൂർ, ഓപ്ഷൻ സി ബോംബെ, ഓപ്ഷൻ ഡി ബീഹാർ. ഇതിന്റെ ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ലാഹോർ ആണ് അല്ലെ. ലാഹോർ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. ലാഹോർ സമ്മേളനം നടന്ന വർഷം ഓർത്തിരിക്കുക, 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ആദ്യത്തെ സമ്മേളനം കൂടെയായിരുന്നു ഏത്? ലാഹോർ സമ്മേളനം. അപ്പോൾ ഓർക്ക, ഇതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? നെഹ്റു ആയിരുന്നു എന്നുകൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ആരാണ്? നെഹ്റു ആണ്. അപ്പോൾ ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചതും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചതും. അതുപോലെ തന്നെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചതും ഈ സമ്മേളനത്തിൽ വെച്ചാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഓർക്ക, ലാഹോർ സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മുത്തുസ്വാമി അയ്യർ, ഓപ്ഷൻ ബി VO ചിദംബരം പിള്ള, ഓപ്ഷൻ സി G സുബ്രഹ്മണ്യ അയ്യർ, ഓപ്ഷൻ ഡി P രംഗയ്യ നായിഡു. ആരാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി VO ചിദംബരം പിള്ളയാണ് കേട്ടോ. ആരാണ്? ഓപ്ഷൻ ബി ആണ്, VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഓർത്തിരിക്കുക ആരംഭിച്ചത് കേട്ടോ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? VO ചിദംബരം പിള്ളയാണ് എന്ന് പഠിച്ചു വെക്കുക. അദ്ദേഹമാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം കൂടെ പഠിച്ചു വെക്കുക. എന്നാണ്? 1906 ഇതിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? തൂത്തുക്കുടിയായിരുന്നു കേട്ടോ. ഇവിടെയാണ്, തൂത്തുക്കുടിയാണ് എന്ന കാര്യം ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു? ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ, ഓപ്ഷൻ ബി VR കൃഷ്ണൻ എഴുത്തച്ഛൻ, ഓപ്ഷൻ സി KP കേശവ മേനോൻ, ഓപ്ഷൻ ഡി പട്ടം A താണുപിള്ള. ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി അറിഞ്ഞിരിക്കുക. C ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായരാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഏത് വർഷമാണ്? 1897 എന്ന കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. അദ്ദേഹം രചിച്ച പുസ്തകമാണ് ഏത്? ഗാന്ധിയും അരാജകത്വവും. ഗാന്ധിജിയും അതുപോലെ തന്നെ അരാജകത്വവും. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അതും പഠിച്ചു വയ്ക്കുക. അപ്പം നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഒരു 10 ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവയായിരിക്കും. എന്നാലും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരിക്കും. ഇനിയും ആരംഭിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെ മുതൽ പഠിച്ചു തുടങ്ങണം എന്നറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും നമ്മുടെ മിൻറ്റ് PSC നിങ്ങൾക്കായി നൽകുന്നതായിരിക്കും. നമ്മുടെ മിൻറ്റ് PSCയിലെ കമ്പനി ബോർഡ് LGSൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ ബുക്സ്, ടെസ്റ്റ് സീരീസ്, അതുപോലെ ഫുൾ നോട്ട്സും അവൈലബിൾ ആയിരിക്കും. കൂടാതെ മെൻറ്റർഷിപ്പും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.